എക്സ്പാർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഫൈസൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സ്വന്തമായിരിക്കുന്നു വിചാരിക്കുകയാണ്. അപ്പൊ എല്ലാവരും കേട്ടിന്റെ റെക്ടിഫൈഡ് കീക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴാണ് ആ ഫൈനൽ ആൻസർ കീ വരുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരുപാട് സംശയങ്ങൾ കമന്റ് ആയിട്ട് നമ്മുടെ വീഡിയോക്ക് താഴെ വരുന്നുണ്ട്. എപ്പോഴാണ് റിസൾട്ട് വരുന്നത്, എപ്പോഴാണ് റെക്ടിഫൈഡ് കീ വരുന്നത്, LP UP ആ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് വരുമോ, ഇനിയിപ്പോ മറ്റുള്ള കേട്ടിട്ട് പാസ്സാകാത്ത ആളുകൾ, പുതുതായിട്ട് എഴുതുന്ന ആളുകൾക്ക് ഇനിയിപ്പോ എഴുതിയിട്ട് കാര്യമുണ്ടോ? കാരണം ഒരു LP UP വിളിച്ചിരിക്കുകയാണ്, ഇനിയിപ്പോ 3-4 വർഷം കഴിഞ്ഞിട്ട് അടുത്ത് വിളിക്കുള്ളൂ, അപ്പൊ പിന്നെ ഞങ്ങൾ കേട്ടിട്ട് എഴുതിയിട്ട് ഇങ്ങനെ കാര്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് കമന്റ്സ് വീഡിയോക്ക് താഴെ വരുന്നുണ്ട്. എന്നാൽ ഞാൻ വിചാരിച്ചെന്നാൽ അതിലേക്ക് ഒരു റിപ്ലൈ നൽകിക്കൊണ്ട് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പൊ അതിനു വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം, എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് റെക്ടിഫൈഡ് കീ എന്നുള്ളതാണ് പലരുടെയും ഡൗട്ട്. നമുക്കറിയാം, പ്രൊവിഷണൽ ആൻസർ കീ നമുക്ക് വന്നു കഴിഞ്ഞു. പലരും ആ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വെച്ചുകൊണ്ട് അവരുടെ മാർക്കുകൾ ഇങ്ങനെ നിർണ്ണയിച്ചു കഴിഞ്ഞു. കുറെ ആളുകൾ ബോർഡറിൽ ലൈനിൽ നിൽക്കുന്നുണ്ട്, 1 മാർക്കും 2 മാർക്കും വ്യത്യാസത്തിൽ. നമുക്കറിയാം, മുമ്പത്തെ കേട്ടിട്ട് പരീക്ഷയേക്കാൾ പ്രൊവിഷണൽ ആൻസർ കീ ഇപ്പോ വളരെ വേഗത്തിലാണ് വന്നിരിക്കുന്നത്, അല്ലെ? പരീക്ഷ കഴിഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റെക്ടിഫൈഡ് കീ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അന്വേഷിച്ചപ്പോ അടുത്ത ആഴ്ചകളിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒഫീഷ്യൽ ആയിട്ടുള്ള അറിയിപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ഈ അപ്ലൈ ചെയ്യാൻ, മിസ്റ്റേക്കുകൾ അപ്ലൈ ചെയ്യാൻ 12-ാം തീയതി വരെ ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ആ പരീക്ഷാ ഭവന്റെ പ്രത്യേക സമിതി അവരെന്ത് ചെയ്യും, ആ മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കും, എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് നോക്കും. അത് പരിശോധിച്ച് അവർ വേണ്ട ആ കാര്യങ്ങൾ അതിന് വേണ്ടി ചെയ്യും. അപ്പൊ അതിനുള്ള ടൈം ഒരു ഗ്യാപ്പാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോ റെക്ടിഫൈഡ് കീ അടുത്ത ആഴ്ച തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് മനസ്സിലാകുന്നത്. ഈ റെക്ടിഫൈഡ് കീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം താമസിക്കാതെ തന്നെ റിസൾട്ട് എന്തായാലും വരും. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരും. കഴിഞ്ഞ കേട്ടിട്ടും അങ്ങനെ തന്നെയായിരുന്നു. റെക്ടിഫൈഡ് കീ വന്ന് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും LP UP കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവർക്ക് സർട്ടിഫിക്കറ്റോ വെരിഫിക്കേഷനോ നിലവിൽ കഴിയേണ്ട. അപ്ലൈ ചെയ്യുമ്പോൾ അവർ അതിന് ക്വാളിഫൈഡ് ആയാൽ മതി. പിന്നീട് PSC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ മെസ്സേജ് വരുമ്പോൾ അവർ എന്ത് ചെയ്താൽ മതി, അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഒഫീഷ്യൽ ആയിട്ടുള്ള അറിയിപ്പുകളും അത് റെക്ടിഫൈഡ് അറിയിപ്പുകളും റിസൾട്ട് അറിയിപ്പുകളും തീർച്ചയായിട്ടും ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ആരും ടെൻഷനൊന്നും അടിക്കേണ്ട, നിങ്ങൾ തയ്യാറായിരിക്കുക. ഒരു LP UP എന്നുള്ള വളരെ വലിയൊരു അവസരമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു ചോദ്യത്തിലുണ്ടെങ്കിൽ, ഇപ്പോ LP UP വിളിച്ചല്ലോ, ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു, ഇതുവരെയും കേട്ടിട്ട് പാസ്സാകാത്ത, ഇപ്പോ റെക്ടിഫൈഡ് കീ ആൻസർ കീ നോക്കിയതിനു ശേഷം, പ്രൊവിഷണൽ ആൻസർ കീ നോക്കിയതിനു ശേഷം അവർക്ക് മനസ്സിലായി പാസ്സാകില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്. വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ വലിയൊരു അവസരമാണ് LP UP നഷ്ടമായിട്ടുള്ളത്. അപ്പൊ ഇനി ഞങ്ങൾ കേട്ടിട്ട് പഠിച്ചത് കൊണ്ട് വലിയ പ്രയോജനമുണ്ടോ, ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെയുള്ള വളരെ നിരാശയും സങ്കടവും ഒക്കെ കമന്റ്സും കോൾസും അതുപോലെ മെസ്സേജിലൂടെയുള്ള അവിടെ ഒരു വിഷമമുണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് അതിന്റെ ഒരു ആശങ്കകളുണ്ട്. ഇനി ഞങ്ങൾ എന്തിനാണ് പഠിച്ചിട്ട് എന്നൊക്കെ, ഇനിയും ഒരു 3-4 വർഷത്തിന് ശേഷമൊക്കെ അല്ലേ വരുള്ളൂ, അപ്പൊ ഇനിയിപ്പോ പഠിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനങ്ങളിൽ ഒരു ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും കേട്ടിട്ട് കൂടിയേ തരും, അത് നിർബന്ധമാണ്. ഇനിയിപ്പോ LP UP വിളിച്ചു എന്ന് കരുതി നമ്മുടെ അവസരങ്ങൾ നഷ്ടമാകുന്നില്ല. ഇപ്പൊ BEd കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി അവരുടേതായിട്ടുള്ള സബ്ജക്റ്റുകളിൽ HSA വിളിക്കാനുണ്ട്, HSA നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ തന്നെ ഇപ്പൊ LP UPയുടെ തന്നെ നമുക്ക് NCA നോട്ടിഫിക്കേഷൻ വരും. അതായത് മതിയായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇല്ലെങ്കിൽ വീണ്ടും ഇതെന്ത് ചെയ്യും, PSC NCA നോട്ടിഫിക്കേഷൻ ആയിട്ട് ആ പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ അങ്ങനെയും ഇറക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്കുള്ള അവസരങ്ങൾ തന്നെയാണ്. അവസരങ്ങൾ ഒരിക്കലും തീർന്നു പോകുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്ന എക്സാം എങ്കിലും പാസ്സാകാനുള്ള തയ്യാറെടുപ്പ് ഇപ്പൊ നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ആൻസർ കീ നോക്കുമ്പോൾ വളരെ കുറവ് മാർക്ക് നേടിയിട്ടുള്ള ആളുകൾ, ഇതുവരെയും കേട്ടിട്ട് പാസ്സാകാതെ നിൽക്കുന്ന ആളുകൾ, അവര് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, അടുത്തൊരു കേട്ടിട്ടിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. കേട്ടിട്ട് 1, 2, 3. അതുപോലെ ഇനി ലാംഗ്വേജ് ടീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ അറബിക്, സംസ്കൃത്, ഹിന്ദി, ഇതിനൊക്കെ ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഇപ്പോ കുറച്ച് പരീക്ഷകൾ ഏപ്രിൽ, മെയ്, ജൂൺ ആ ഒരു കാലഘട്ടത്തിൽ ലാംഗ്വേജിന്റെ നടക്കുന്നുണ്ട്. പക്ഷെ അവസരം തീരുന്നില്ല, ഇനിയും വരുന്നുണ്ട്, ഇനിയും വിളിക്കാനുണ്ട്, പല ജില്ലകളിലും വിളിക്കാനുണ്ട്. പക്ഷെ ആ ജില്ലകളിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത കേട്ടിട്ടെങ്കിലും ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങളുടെ അവസരമാണ്. അപ്പൊ ആ അവസരത്തെ നേടുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കേട്ടിട്ട് പാസ്സായിട്ടേ തീരൂ. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ ആരംഭിക്കേണ്ടത്. അല്ലാണ്ട് ആശങ്കകളും ഒരു ടെൻഷനും ഓർത്തുകൊണ്ട് ആ പഠനത്തെ മുന്നോട്ട് മാറ്റി വെക്കുകയല്ല വേണ്ടത്. ആത്മവിശ്വാസം നിറച്ചുകൊണ്ട് അടുത്ത കേട്ടിട്ടെങ്കിലും
തീർച്ചയായിട്ടും ഞാൻ നേടിയെടുക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. ഇനിയും അവസരങ്ങളുണ്ട്. ആ അവസരത്തിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വാളിഫൈഡ് ആകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ തന്നെ എന്ത് ചെയ്തോ, പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങിക്കോ. നോട്ടിഫിക്കേഷൻ വരാനോ ഒന്നും നിങ്ങൾ കാത്തു നിൽക്കേണ്ട. അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന് അല്ലെങ്കിൽ ആ സമയം കഴിയട്ടെ, എക്സാം ഡേറ്റ് വരട്ടെ എന്ന് ചിന്തിക്കുന്നവർക്കാണ് പലപ്പോഴും പാളിച്ചകൾ സംഭവിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം നമുക്ക് കേട്ടിട്ടെന്ന് പറയുന്നത് വലിയൊരു സംഭവം, വലിയൊരു കാര്യമായിട്ടാണ് പല ആളുകളും വിചാരിക്കുന്നത്, കരുതിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പഠനവും പരീക്ഷ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പഠനവും ഉണ്ട് എങ്കിൽ ആർക്കും നിഷ്പ്രയാസം നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഇത് പല ആളുകളും വേണ്ടത്ര പരിശ്രമം കാഴ്ചവെക്കുന്നില്ല, അല്ലെങ്കിൽ പരീക്ഷ അറിഞ്ഞുകൊണ്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ രൂപത്തിലുള്ള പഠനമാണ് നിങ്ങൾക്ക് വേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കും. നന്നായിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. കൂടുതൽ അപ്ഡേഷൻസ്, കൂടുതൽ ക്ലാസ്സുകൾ ചാനലിലൂടെ നമ്മൾ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പാർട്ട് ലേണിംഗ് എന്ന് പറയുന്ന പുതിയ ചാനൽ കൂടിയുണ്ട്. കുറെ ക്ലാസ്സുകളൊക്കെ അതിനകത്ത് ഇടുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കാണ്. അടുത്ത ദിവസം കേട്ടിന്റെ പുതിയ ക്ലാസ്സുകളുമായി പുതിയ ഡിസ്കഷനുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.